ജംഗ്ഷന്റെ പേരെന്താണെന്നറിയാം? ഈ ജംഗ്ഷന്റെ പേരാണ് ചീലാന്തിമുക്ക്. ചെടിയുടെ പേരല്ല. ചെടിയുടെ പേര് തന്നെ. പക്ഷേ അത് വലിയൊരു ചെടിയല്ല, മരമോ. ഇപ്പൊ ഇവിടെ ചീലാന്തി ഒന്നുമില്ല. നേരത്തെ ഇവിടെ 2 ചീലാന്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ചീലാന്തി മുക്കെന്ന് പേര് വന്നത്. ചീലാന്തി എന്തിനൊക്കെ കൊള്ളാന്നറിയാമോ? ചീലാന്തി കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നാള് ചോദിച്ച സാധനം ഇതെന്തുവാ? ഇന്നാളെ ഇയാൾ ചോദിച്ച സാധനം ഇത് ജീവരക്ഷം എന്നൊക്കെ പറയത്തില്ല. അതിന്റെ പൂവാ ഇത്. ചെമ്പരത്തികളൊക്കെ നല്ല പൂവാ. അതുകൊണ്ടാണ് ഇതിന് പൂവരച്ചത്. അത് വാടിയ പൂ. വലിയ മരമാവുന്ന സാധനം ഇതാണ് ചീലാന്തി എന്ന് പറയുന്നത്. പൂവരസം എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പൂവുണ്ടോ നല്ല ഭംഗിയായത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞു. നമ്മുടെ ചെമ്പരത്തി പൂവൊക്കെ അതിന്റെ പൂവുണ്ടല്ലോ. ഇതാ ചെമ്പരത്തി പൂവൊക്കെ, ചുവന്ന ചെമ്പരത്തി പൂ വിരിഞ്ഞിരിക്കുന്നതാണ് എൻ്റെ പൂ. നല്ല രസമുള്ള പൂവാ. അതിനാണ് ഇതിന് പൂവരസം എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമായിരുന്നു. ഇയാൾക്കറിയോ? ഇഡ്ഡലിയൊക്കെ ഇതിനകത്തായിരുന്നു ഉണ്ടാക്കുന്നത്. ഇതെന്തിനാ പറയുന്നതെന്ന് മനസ്സിലായോ? ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഇഡ്ഡലി ഉണ്ടാക്കി വെക്കാം കേട്ടോ. പണ്ട് കാലത്ത് അമ്മാമയും വീട്ടിലെ അമ്മയൊക്കെ നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി തരുന്ന ഈ ഇല വെച്ചൊക്കെ ആയിരുന്നു. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രാവിലെ നല്ല ഉന്മേഷവും ഉണർവും ഒക്കെ ലഭിക്കുന്നതാണ്. അതായത് ഈ ഇഡ്ഡലി ഈ മാവ് ഒഴിച്ചിട്ട് ഇതിനകത്തിരുന്ന് ആവിയിലല്ലേ ഇഡ്ഡലി കൂട്ടത്തിരുന്ന് പുഴുങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ സത്തും കൂടെ അതിൽ പിടിച്ച് പ്രത്യേക ഇതിനകത്തെ പോഷകങ്ങളെല്ലാം അതിനകത്തൂടെ ഇറങ്ങി നമുക്ക് കിട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ത്വക്ക് രോഗങ്ങളൊന്നും 7 പോലും വരത്തില്ലെന്ന് പറയുന്നത്. ത്വക്ക് രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ പൂവരസിൻ്റെ ചീലാന്തിയുടെ ഇല വെച്ച് ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ രക്തശുദ്ധീകരണത്തിന് ഈ തൈറോയ്ഡ് എന്ന് പറയുന്ന അസുഖം കിട്ടുന്നുണ്ടോ? തൈറോയ്ഡ് എന്ന് പറയുന്ന സംഭവം ഇതിനകത്ത് ചീലാന്തി ഇല വെച്ച് ഇഡ്ഡലി വെച്ച് കഴിഞ്ഞാൽ തൈറോയ്ഡ് ആ ഭാഗത്തെ അടുക്കത്തില്ലെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ രക്തശുദ്ധീകരണത്തിന് ഈ ബ്ലഡ് ക്യാൻസർ പോലുള്ള സംഗതികളൊന്നും ഇത് വെച്ച് ഇഡ്ഡലി ആഴ്ചയിലോ മാസത്തിലോ 2-3 പ്രാവശ്യം കഴിക്കുന്നവർക്കെങ്കിലും അങ്ങനെ ഒരു സംഭവമേ വരത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം ഒരുപാട് ഗുണങ്ങളുള്ളത് നമ്മളെ ചുറ്റും കാണുന്ന സസ്യങ്ങൾ. അപ്പം നമുക്കിത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഇഡ്ഡലി വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ പോവാം. പപ്പ, ഇന്നലെ എടുത്ത ചീലാന്തി ഇല വെച്ചല്ലേ ഇഡ്ഡലി ഉണ്ടാക്കുന്നേ? പിന്നെന്തിനാ കൊണ്ടുവന്ന് അത് വെച്ചുണ്ടാക്കാൻ പറ. ചീലാന്തി വെച്ചുള്ള ഇഡ്ഡലിയല്ലേ ഉണ്ടാക്കുന്നത്? എന്തിയ ഇഡ്ഡലി? എന്തിയ ഇല? എന്തിയ? അത് ഞാൻ ഞാൻ അത് വെട്ടിത്തരാം. ഇലയൊക്കെ റെഡിയാക്കി തരാം. എന്നിട്ട് കറക്റ്റായിട്ട് ഉണ്ടാക്കും ചീലാന്തി കേട്ടോ. ഇന്ത്യ ഇലയില് ഇലയില് ഇവിടെ ഇലയും വെട്ടി. ഇത് പണ്ട് നമ്മളെ എണ്ണയൊന്നും ഉപയോഗിക്കത്തില്ല. അലുമിനിയത്തിന്റെ മൺചട്ടിയിൽ ഇഡ്ഡലി കുത്തും വെച്ചായിരുന്നു വീട്ടിൽ അമ്മയും അമ്മമ്മയൊക്കെ ഉണ്ടാക്കി തരുന്നത്. അത് ആ ഇഡ്ഡലി കൂടെ കുടുംബത്തിനകത്ത് ഈ സ്റ്റീൽ ഇഡ്ഡലി കൂട്ടത്തിനകത്ത് വലിയ കുടുക്കുണ്ട്, വലിയ ആഴമില്ല. മറ്റേനകത്താകുമ്പോൾ ഇത്തിരി നന്നായിരിക്കും വരും. ഇത് അതിനകത്തോട്ട് വെച്ച് നമ്മൾ എണ്ണയൊന്നും വരട്ടത്തില്ല. ഈ ഇലയുടെ ടേസ്റ്റും അതുകൂടെ അങ്ങനെ തന്നെയാണ്. പണ്ടുള്ള ആൾക്കാരുടെയൊക്കെ അസുഖങ്ങളില്ലാത്തതും ആരോഗ്യമൊക്കെ ആയിട്ടുള്ള നല്ല ഇഡ്ഡലി. ഇന്നത്തെ കൊച്ചുങ്ങൾക്ക് ഇയാൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ ഇത് ഇഡ്ഡലി ഉണ്ടാക്കുന്നു? ഇതേപോലെ വേറെ ഇലയും വെച്ച് ഉണ്ടാക്കുന്നു. മുഴുക്കെന്ന് പറയും, മുള്ളുമുഴുക്കില്ലേ, കേട്ടിട്ടുണ്ടോ? അങ്ങനെ സാധനമുള്ളൂ. അതും വെച്ചുണ്ടാക്കും. അത് ഇതിനേക്കാൾ സൂപ്പറാണ്. പക്ഷെ അതിപ്പോ കാണാൻ പോലില്ല. ഞാനവിടെ കുറെ എടുത്തിട്ട് മുഴുക്കിപ്പോ കാണുന്നില്ല. അത് നമുക്കൊരു ദിവസം പിച്ചാം. പണ്ട് മുയലിനെയൊക്കെ വളർത്തുന്നവര് മെയിനായിട്ട് കൊടുക്കുന്ന സാധനമായിരുന്നു മുരുക്ക്. അതിന് ഒരുപാട് പ്രത്യേകതകളുള്ള സാധനമാണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഇല വെച്ച് ഉണ്ടാക്കി കാണിച്ചു തരാം. ഉണ്ടാക്കി നോക്കാം നമുക്ക് ഉദ്ദേശിച്ചു. പണ്ട കൊച്ചിലെ അമ്മയും അമ്മമ്മയൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഇതായിരുന്നു ഉണ്ടാക്കുന്നത്. പിന്നെ അത് കാണാൻ പോലും ഇല്ല, ആർക്കും അറിയത്തുമില്ല ഇഡ്ഡലി ഉണ്ടാക്കി കേട്ടാ. ഇത് വെച്ച് ഉണ്ടാക്കുമ്പോഴത്തേനും ഒറ്റ കണക്കില്ല. ഇഡ്ഡലിയുടെ നമുക്ക് കിട്ടുന്ന വിറ്റാമിൻസും ആരും ഇതിനകത്ത് ഇലയുടെ അംശം എല്ലാം കൂടെ അതിനകത്ത് പിടിക്കുകയാണ്. അപ്പോഴത്തേനും ഇതിന്റെ പവറും നമ്മുടെ അസുഖങ്ങൾക്കൊക്കെ ഒരുപാടുള്ള ആളുകളുടെ മരുന്നൊക്കെയാണ് ഈ ചീലാന്തിയിൽ കിട്ടുന്നത്. ഭയങ്കര മാവിനകത്ത് നുറുക്കിടിയല്ല, ഇത് ഇഡ്ഡലി കിട്ടുമല്ലേ. ഇതിനകത്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് കോരി മാവൊഴിക്കും. മാവൊഴിച്ചിട്ട് ആവിൽ വെച്ച് പിഴിഞ്ഞ് എടുക്കുമ്പോഴത്തേന് ഈ ഇലയുടെ ഇതെല്ലാം കൂടെ ആ മാവിൽ പിടിക്കും. അപ്പൊ ഇതിനൊരു ടേസ്റ്റും കൂടും. അങ്ങനെയാണ് എടുക്കുന്നത്. മനസ്സിലായോ? നമ്മളത് കഴുകി
അതിപ്പോ പാക്കിങ് ഇടുന്നത് അതുകൊണ്ട് ഇതെല്ലാം വെച്ചിട്ട് ഇതിന്റെ തുമ്പൊന്ന് വെട്ടി അരിഞ്ഞ് കളയണം. അത് ലെവൽ ചെയ്തിട്ട് അത് ഇല കറക്റ്റ് അല്ലെങ്കിൽ ഇല റൗണ്ട് ഷേപ്പിലല്ല, അത് നമുക്ക് വെച്ച് നോക്കിയിട്ട് ഏകദേശം അല്ലെങ്കിൽ ഇത് ഇതിങ്ങനെ ഇല ഒരുപാട് എല്ലാം അവിടെ കവിഞ്ഞ് നിൽക്കും. ഇത്ര ഈ സൈസിൽ മതി. ഇതാകുമ്പോ ആ കുട്ടത്തിനകത്ത് കറക്റ്റ് കൊണ്ടിരിക്കും കേട്ടോ. അമ്മ എന്തി അമ്മ വിളി ഇവിടെ തുടങ്ങും. വിളി അതിന് ഇതിന്റെ അലൂമിനിയം ആ മണ്ണിന്റെ ഇതായിരുന്നു കറക്റ്റ് ആയിരുന്നു. ഇതില് ഈ കുടു കുറവാണ്, ആഴം മറ്റേതാകുമ്പോൾ നല്ലോണം കൊണ്ടിരിക്കുകയായിരുന്നു. പണ്ട് ഈ അതിന് പറ്റിയ കിടപ്പതായി മറ്റേനാളുടെ ബില്ല് ചെയ്തു. ഈ അടപ്പല്ലേ അടപ്പാണ്. ഓക്കെ, അപ്പൊ ഇത് വേവട്ടെ. അപ്പൊ ഇത് നോക്കിയിട്ട് ടേസ്റ്റ് പറഞ്ഞേ. വെന്തറങ്ങട്ടെ. അച്ഛൻ കൊച്ചുനാൾ കഴിച്ചതായി ഈ കരി വലുതായപ്പം ഈ സാധനങ്ങളെല്ലാം അന്യം നിന്ന് പോയി. പണ്ടുള്ള പൂർവികരുടെ ആരോഗ്യം അതുമാതിരിപ്പെട്ട അസുഖങ്ങളൊന്നും വരാത്ത കാര്യങ്ങളിലാണ്. ഇറ്റലി ആവി ഒന്ന് തുടങ്ങി കേട്ടോ. ആവി ഉറക്കുന്ന ഇറ്റലി എടുക്കാറായ നോക്കിയതോ. മറ്റേതിനകത്തായിരുന്നെങ്കിൽ അല്ല അലൂമിനിയത്തിനകത്തായിരുന്നെങ്കിൽ എല്ലാം കൂടെ നല്ല ഷേപ്പിലിരുന്നില്ല. കുഴപ്പമില്ല. നല്ല ചൂട് കുറഞ്ഞ ഇഡലി, നല്ല ചീലാന്തി ഇഡലി. ചീലാന്തിയുടെ മണവും ആ ടേസ്റ്റും എല്ലാം കൂടെ അങ്ങോട്ട് പിടിക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഇതിന്റെ ഈ അടച്ചു ഇതിന്റെ ആവി പറഞ്ഞു. വേണ്ട ഇപ്പോഴാർക്കെങ്കിലും അറിയാമോ ഇത് വെച്ചും മറ്റേ മുള്ളുമുരുക്കിന്റെ ഇലയും വെച്ചൊക്കെ ആയിരുന്നു പണ്ട് ഈ ഇഡലി ഉണ്ടാകുന്നത്. നല്ലപോലെ ഒന്നും എണ്ണയും തേക്കണ്ട ഒന്നും തേക്കണ്ട, അതിനകത്ത് ഇളവിഞ്ഞ് വരുന്നല്ലേ. എന്ത് ടേസ്റ്റ് ഇഡലിയാണെന്നറിയോ. എന്നാ പിന്നെ കറി ഒഴിച്ച് കഴിച്ച് ടേസ്റ്റ് നോക്കും. ഇച്ചിരി കറി ഒഴിച്ച് നോക്കി നോക്കിയേ കൊള്ളാവും. കൂടെ ഇങ്ങനെയുണ്ടോ നോക്കും. ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് വാ മുതലൊക്കെ കൊടുത്ത് കഴിക്കും. നോക്കി ഇച്ചിരി കറി ഒഴിച്ച് കൊടുത്ത് നോക്കി ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കി നോക്കിയേ. ശകലം നോക്കിയടേ. സാമ്പാറല്ലേ ഇന്ന് കടലയാണ്. ആ കരി നോക്കി ചൂടാറിയിട്ടുണ്ട്. നോക്കി കഴിച്ചു നോക്കിയൊക്കെ ഉണ്ടെന്ന് അതുകൊണ്ട് സാധാ ഇഡലിനേക്കാൾ ടേസ്റ്റ് അല്ലേ. പണ്ടുള്ള ഇഡലിന്റെ ഇപ്പോഴത്തെ ഇഡലിയുടെയൊക്കെ വ്യത്യാസം അതാ. എന്നാ ശരി, എല്ലാവരും വാ കഴുകി വൃത്തിയാക്കിയിട്ട് റെഡിയായി വാ. നമുക്ക് കഴിക്കാം, ഫ്രണ്ടിൽ കഴിക്കാം. ഓക്കെ എന്നാ.